ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 82 സാമൂഹ്യ പരിഷ്കരണം. ഭാഗം 82 സാമൂഹ്യ പരിഷ്കരണം ഇവിടെ ആരംഭിക്കുന്നു. സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അപരിഷ്കൃതമായ ആരാധനാ സമ്പ്രദായങ്ങളും കണ്ട് ഗുരുദേവൻ വളരെ വ്യസനിച്ചിരുന്നു. ജീവിതത്തെയാകവെ ദുസ്സഹവും ദുരിതപങ്കിലവുമാക്കുന്ന അത്തരം അജ്ഞതകളിൽ നിന്നും ജനങ്ങളെ വിമുക്തരാക്കണമെന്ന് ഗുരുദേവൻ നിശ്ചയിച്ചു. അതിലൂടെയല്ലാതെ അവരെ ഉത്തമ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കുകയെന്നത് പ്രയാസകരമായിരിക്കുമെന്ന് ഗുരുദേവൻ അറിയാമായിരുന്നു. അക്കാലത്ത് നിലവിലിരുന്ന അനാചാരങ്ങളിൽ പ്രധാനപ്പെട്ടവ ഇവയെല്ലാമായിരുന്നു. പെൺകുട്ടികളെ അവരുടെ ഇളം പ്രായത്തിൽ തന്നെ പരസ്യമായി മിന്നുകെട്ടിക്കുന്ന താലികെട്ട് സമ്പ്രദായം, ഋതുമതികളാകുന്ന പെൺകുട്ടികളെ കൊട്ടും കുരയുകയും ആർപ്പു വിളികളുമായി ആഘോഷപൂർവ്വം കുളിപ്പിക്കുവാൻ എഴുന്നള്ളിക്കുന്ന തിരണ്ടുകുളി സമ്പ്രദായം, വധുവരന്മാരറിയാതെ അവരുടെ വിവാഹം ഉറപ്പിക്കുന്നതും വരനറിയാതെ വധുവിനെ പുടവ കൊടുത്ത് വിളിച്ച് ഭർതൃഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നതുമായ വിവാഹരീതി, ഗർഭകാലത്തിൻ്റെ 7-ാം മാസത്തിൽ ഭർത്താവിൻ്റെ കൈക്കുമ്പിളിൽ ഒഴിക്കുന്ന പുളിവെള്ളം ഗർഭിണിയായിരിക്കുന്ന ഭാര്യ മുത്തിക്കുടിക്കുന്ന പുളികുടി ചടങ്ങ്, ഭാര്യയ്ക്കും മക്കൾക്കും പിതാവിൻ്റെ സ്വത്തിൽ അവകാശമില്ലാത്തതിനാൽ പിതാവിൻ്റെ മരണത്തോടെ നിസ്സഹായരായി വീട് വിട്ടുപോകേണ്ടതായി വരുന്ന സമ്പ്രദായം, പരസ്യമായി ഒന്നിലധികം ഭാര്യമാരും ഭർത്താക്കന്മാരുമായി ജീവിക്കുന്ന വ്യവസ്ഥയില്ലാത്ത കുടുംബജീവിത രീതി, ഇവയെല്ലാം കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് ഗുരുദേവൻ ഒരിക്കൽ SNDP യോഗത്തോട് നിർദ്ദേശിച്ചു. അതിനായി ദേശസഭകൾ കൂടി ആലോചിക്കണമെന്നും കഴിവുള്ളവരെ നിയമിച്ച് ദേശം തോറും പ്രസംഗങ്ങൾ നടത്തിക്കണമെന്നും അവിടുന്ന് കൽപ്പിച്ചു. മതം, സദാചാരം, വിദ്യാഭ്യാസം, വ്യവസായം എന്നിങ്ങനെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് അടിസ്ഥാനമായിരിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചാണ് പ്രസംഗിക്കേണ്ടതെന്നും ഗുരുദേവൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇക്കാര്യത്തിൽ സംശയങ്ങൾ ഉന്നയിച്ചവർക്കായി ഗുരുദേവൻ ഇപ്രകാരം വ്യക്തമായ വിശദീകരണം തന്നെ നൽകി. അന്ധവിശ്വാസങ്ങളെയും പ്രാണിഹിംസ തുടങ്ങിയ അമംഗളകരമായ ആചാരങ്ങളെയും ആരാധനകളെയും അവസാനിപ്പിക്കണം. ഈശ്വരാരാധനയുടെ മാഹാത്മ്യത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കണം. ആവശ്യമുള്ളിടത്ത് ക്ഷേത്രങ്ങളോ മഠങ്ങളോ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കണം. പരമത ദൂഷണം ചെയ്യരുത്. സത്യം, ശുചിത്വം, ധർമ്മം ഇവകളിൽ നിന്നും വ്യതിചലിക്കരുത്. പള്ളിക്കൂടങ്ങളും വായനശാലകളും ഏർപ്പെടുത്തണം. പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലും ഇല്ലാത്തവരായി മേലാൽ ആരും ഉണ്ടാവാൻ പാടില്ല. കൃഷിയും കച്ചവടവും കൈത്തൊഴിലും അഭിവൃദ്ധിപ്പെടുത്തണം. സമ്പാദിക്കുന്ന പണം മുഴുവനും ചെലവ് ചെയ്യുന്ന രീതി ഉപേക്ഷിച്ച് മിതവ്യയം ശീലമാക്കണം. മടിയായിരുന്നു ജീവിക്കുന്ന സമ്പ്രദായത്തെ നിയമവിരുദ്ധമായി കരുതി നിരുത്സാഹപ്പെടുത്തണം. വ്യവസായശാലകൾ ഒറ്റയ്ക്കോ കൂട്ടുചേർന്നോ ആരംഭിക്കണം. വ്യവസായ കാര്യങ്ങളിൽ പഠനവും പരിശീലനവും ഏർപ്പെടുത്തണം. ആർക്കും ഉപദ്രവമോ ക്ഷോഭമോ ഉണ്ടാക്കുന്ന വിധത്തിലോ സ്വരത്തിലോ ആരും പ്രസംഗം നടത്തരുത്. സംശയമുള്ള വിഷയങ്ങളെപ്പറ്റി സംസാരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അരുത്. സമൂഹത്തെയാകെ പരിഷ്കരിക്കുവാൻ പോകുന്ന ഗുരുദേവൻ്റെ ഈ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും വെച്ചുകൊണ്ട് കുമാരനാശാൻ ഒരു നോട്ടീസ് തന്നെ തയ്യാറാക്കി അത് ദേശം തോറും പ്രചരിപ്പിക്കുന്നതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. അതറിഞ്ഞ് ഗുരുദേവൻ ഏറെ സന്തുഷ്ടി പ്രകടിപ്പിച്ചു. ചെമ്പഴന്തിയിൽ നീ അവതരിച്ചു എൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ, മനുഷ്യനെ മനുഷ്യനായി സ്നേഹിക്കുവാൻ
ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 82 സാമൂഹ്യ പരിഷ്കരണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.